നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡിന് അതിനിർണായക പോരാട്ടമാണ്. ഇന്നലത്തെ മത്സരങ്ങൾ ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും ജയിച്ചതോടുകൂടി ഇന്നത്തെ കളി വിജയിക്കുക എന്നുള്ളത് റയലിന് നിർണായകമാണ്. അല്ലാത്ത പക്ഷം ലാലിഗയിൽ ഇപ്പോഴത്തെ നെക്ക് ആൻഡ് നെക്ക് ടൈറ്റിൽ പോരാട്ടത്തിൽ അവർ താഴേക്ക് പോയി പോകും. അപ്പോൾ വിജയിച്ചേ പറ്റൂ. ഇന്നലെ ലാസ് പാൽമാസിന് മേൽ ബാഴ്സലോണ വിജയിച്ചു. വലൻസിയയ്ക്ക് മേൽ അത്ലറ്റിക്കോ മാഡ്രിഡും വിജയിച്ചു. ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് ബാഴ്സലോണ, രണ്ടാമത് അത്ലറ്റിക്കോ മാഡ്രിഡ്, മൂന്നാമത് റയൽ മാഡ്രിഡ് എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. ഇന്നത്തെ കളി വിജയിച്ചാൽ റയൽ മാഡ്രിഡിന് ബാഴ്സക്കൊപ്പം തന്നെ പോയിന്റ് ആകും. നിലവിൽ 25 കളികളിൽ നിന്ന് 54 പോയിന്റാണ് ബാഴ്സക്ക്, 24 കളികളിൽ നിന്ന് 51 പോയിന്റാണ് റയലിന്. വിജയിച്ചാൽ 25 കളി 54 പോയിന്റ്, സെയിം പോയിന്റ് ആവും. പക്ഷേ ഗോൾ ഡിഫറൻസിന്റെ കാര്യത്തിൽ അപ്പോഴും ബാഴ്സ തന്നെയായിരിക്കും ഒന്നാമത്, രണ്ടാമതായിരിക്കും റയൽ മാഡ്രിഡ്, അത്ലറ്റിക്കോ മാഡ്രിഡ് മൂന്നാമതേക്കാവും. പക്ഷെ അതിന് ഇന്ന് റയൽ വിജയിക്കണം. ജിറോണയാണ് എതിരാളികൾ. രാത്രി 8:45 ആ പോരാട്ടം. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് ആഞ്ചലോട്ടി ഫെഡെ വാൽവർദേക്ക് റെസ്റ്റ് കൊടുത്തേക്കുമെന്നൊരു സൂചന നൽകിയിട്ടുണ്ട്. എന്നാൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ വാൽവർദയെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. റയലിന്റെ സ്ക്വാഡിലേക്കൊന്ന് പോകാം. ഗോൾകീപ്പർമാരായിട്ട് സ്ക്വാഡിലുള്ളത് തിബോട്ട് കോർട്ടുവ, ല്യൂനിൻ, ഫ്രാൻ ഗോൺസാലസ് എന്നിവരാണ്. ഡിഫൻഡർമാരായിട്ട് സ്ക്വാഡിലുള്ളത് അലാബ, ലൂക്കാസ് വാസ്കസ്, വല്ലേജോ, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, മെൻഡി, റൗൾ അസെൻസിയോ എന്നിവരാണ്. മധ്യനിരയിൽ കമവിംഗ, വാൽവർദെ, മോഡ്രിച്ച്, ഷുവാമനി, ആർദ ഗുളർ, ഡാനി സെബയോസ്. മുന്നേറ്റത്തിൽ വിനി ജൂനിയർ, എംബാപ്പെ, റോഡ്രിഗോ, എൻട്രിക്, ബ്രാഹിം എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഓർക്കുക, ജൂഡ് ബെല്ലിംഗാമിന് സസ്പെൻഷനാണ്. അദ്ദേഹത്തിന് മത്സരം കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ റയലിൻ്റെ ഒരു പ്രോബിൾ ലൈനപ്പ് എങ്ങനെയാവും? ഡിയാരിയോ എസ് നൽകുന്ന സൂചന പ്രകാരം ഗോൾ കീപ്പറായിട്ട് കോർട്ടുവ ഉണ്ടാകും. ഡിഫൻസിൽ ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, അസെൻസിയോ, ലൂക്കാസ് വാസ്കസ് എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യനിരയിൽ മോഡ്രിച്ചും കമവിംഗയും, അല്ലെങ്കിൽ കമവിംഗയ്ക്ക് പകരം ഷുവാമനി. മുന്നേറ്റങ്ങൾ നയിക്കാൻ വിനി, റോഡ്രിഗോ, ബ്രാഹിം, കിലിൻ എംബാപ്പെ, ഇങ്ങനെയുള്ള ഒരു 11 കൊണ്ട് റയൽ ഇറങ്ങുമെന്നാണ് സൂചന. ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. ആഞ്ചലോട്ടിയാണ് ഇനി അവസാന നിമിഷങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇന്ന് ജയിച്ചേ പറ്റൂ. ജയിക്കാൻ ഉറച്ച് റയൽ മാഡ്രിഡ് ഇറങ്ങുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ്